ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. ഭയങ്കരമായ ചൂടാണ്. അവിടെയൊക്കെ എങ്ങനെയാണ്? ഇതാ റംബൂട്ടാനൊക്കെ കായ്ച്ചിട്ടുണ്ട്, പക്ഷേ ഈ ഒരു മഴ കൂടെ പെയ്തതിന് മുന്നേ തന്നെ ഇത് വീണ് പോകാൻ ലക്ഷണമുണ്ട്, കാരണം അത്രയ്ക്ക് ചൂടാണ്. അപ്പോൾ ആ ഒരു ചൂടിൻ്റെ സാഹചര്യം ഞാനവിടെ കുറച്ച് കത്തിക്കാനൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ഇട്ടിട്ട് ശേഷം ഞാനൊന്ന് വെളിയിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ രാവിലെ ഒരു യാത്രയുണ്ട്. രാവിലെ 7-7:30 ട്രെയിനിൽ നമ്മൾ പോവും ഇവിടെ നിന്നും പാലക്കാട്. ഞങ്ങൾ കുറേ ആഗ്രഹിച്ചിരുന്ന ഒരു യാത്രയാണ്. എന്തായാലും പെട്ടെന്ന് കഴിഞ്ഞായ കണക്ക് തോന്നുന്നുണ്ട്. ഞങ്ങൾ ഇന്നലെ ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ പെട്ടെന്ന് വളർന്ന് വലുതായി കല്യാണപ്രായമായി. അവർ രണ്ടുപേരും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുമുണ്ട്, പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ വിഷ്ണുപ്രിയ വിൽക്കും. അവർ നമുക്ക് എന്താണെന്ന് അവരെ ഒന്ന് വിശദീകരിച്ച് പറയാനൊന്നും പറ്റത്തില്ല. ആ രീതിയിൽ ബന്ധമാണ്, രക്തബന്ധം അല്ലെങ്കിൽ ആത്മബന്ധം എന്ന് പറയുന്നത് വലിയ ബന്ധമാണ്. അപ്പോൾ വൈകുന്നേരം അമ്മതാ വിളക്കൊക്കെ കത്തിച്ചു, പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. നേരെ ഞാൻ അപ്പോൾ എല്ലാ പാക്കിങ് കഴിഞ്ഞ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നാളെ രാവിലെ ആവാനായിട്ട് കേട്ടോ. അപ്പം ഭയങ്കര ഫാൻ്റെ സൗണ്ട് ആയതുകൊണ്ട് ഞാൻ മൈക്ക് ഉപയോഗിച്ച് സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് വിഷ്ണുപ്രിയയും വിക്കുവിനെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് വിശദീകരിച്ച് പറയാൻ വാക്കുകളൊന്നുമില്ല കേട്ടോ. ഇങ്ങനെയും കുട്ടികൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരുന്ന കൊച്ചുങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ ഒരു കമ്മിറ്റ്മെന്റും കാര്യങ്ങളൊന്നും നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളൊന്നും ആയിരിക്കത്തില്ല. എല്ലാവരും വലുതായി വേറെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അവരവരുടേതായ ബിസി ആയിട്ടൊക്കെ പോകും. പണ്ടത്തെ കാര്യങ്ങളൊന്നും ഇങ്ങനെ അയവിറക്കി ജീവിക്കാനോ ആ ഒരു ആത്മബന്ധം കാണിക്കാനോ ഒന്നും താല്പര്യമുള്ള കുട്ടികളല്ല ഇപ്പോഴത്തെ ജനറേഷനുള്ള കൊച്ചു. പക്ഷെ അവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും അവരും ഞങ്ങളുടെ അടുത്ത് കാണിക്കുന്ന ഒരു ബോണ്ടിങ്ങും സ്നേഹവും കരുതലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സത്യം നമ്മൾ എപ്പോഴും പറയും, ഇങ്ങനെ സ്നേഹം പങ്കിടുന്ന കൊച്ചുങ്ങളുണ്ടല്ലോ, അവരിത് ആ ഒരു ഇതൊന്നും മറക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പറയും. അത് അവരുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് കേട്ടോ. അവരൊന്നും അല്ല, അവരെ വളർന്നുന്ന ഫാമിലി മൊത്തം അങ്ങനെ, എല്ലാവരും ഭയങ്കര കാര്യമാണ്. ഇവര് നമ്മളായിട്ടുള്ള ടച്ച് വരാൻ കാരണം തന്നെ നമ്മുടെ അപ്പുറത്തെ തൊട്ടപ്പുറത്തെ താമസിക്കുന്ന ആന്റിയാണ് കേട്ടോ. ആന്റി ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. ആന്റി നമുക്ക് നഷ്ടമായ വലിയൊരു നഷ്ടമാണ് കേട്ടോ. ആന്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ആന്റി ആയിരുന്നു. കാരണം എനിക്ക് കാണിച്ചിട്ട് ഫോട്ടോസും കാര്യത്തിൻ്റെ ഇല്ല. നമുക്ക് വലിയൊരു അടിയായിരുന്നു ആന്റി, പെട്ടെന്ന് ഞങ്ങളെ വിട്ടു പോയായിരുന്നു കേട്ടോ. അതുകൊണ്ട് അതൊരു വലിയൊരു അടിയായിരുന്നു. ആന്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശദീകരിക്കുന്നില്ല, ആന്റി എല്ലാം ആയിരുന്നു നമുക്ക് എല്ലാവർക്കും. ഞങ്ങളൊക്കെ അന്ന് ജീവിച്ച സാഹചര്യം വെച്ചാൽ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഇത് ഭക്ഷണത്തിനായാലും ഡ്രസ്സിനൊക്കെ ആയാലും അമ്മയൊക്കെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ തയ്ച്ചും ഇതൊക്കെ അയക്കാൻ പഠിപ്പിക്കുകയും ഇതൊക്കെ ഫുഡിൻ്റെ ഡ്രസ്സൊന്നും നമുക്കങ്ങനെ പുതിയ ഡ്രസ്സുകളും കാര്യങ്ങളൊന്നും അങ്ങനെ വാങ്ങിക്കാറില്ല. അപ്പോൾ ഓണത്തിനൊക്കെ നമുക്ക് പുതിയ ഒരു ഡ്രസ്സ് കിട്ടുന്നത് ഈ ആന്റിയും ഈ ബാബുമാമൻ, വിക്കുവിൻ്റെ അച്ഛൻ ബാബുമാമനും ജയശ്രീച്ച് പാലക്കാട് വരുമ്പോഴൊക്കെയാണ് ഞാനൊരു ചേട്ടനൊക്കെ ഫസ്റ്റ് ടൈം പുതിയൊരു ഡ്രസ്സൊക്കെ ഇട്ട് ഞങ്ങൾ കാണുന്നത്, അല്ലെങ്കിൽ നമ്മളെ കൈ കിട്ടുന്നത്. ഈ ഒരു ഫാമിലിയാണ് നമുക്ക് ആദ്യമായിട്ട് പുതിയൊരു ഡ്രസ്സൊക്കെ എടുത്തത്. ആ ഒരു ഇതൊന്നും ഞങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. പിന്നെ മീര ചേച്ചി, മഞ്ജു ചേച്ചി, ആന്റിയുടെ 2 മക്കൾ, അവർ ഇത് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത തന്നെ കുറേ ഡ്രസ്സുകൾ തന്നാണ് ഞാൻ കൂടുതൽ ഇട്ടിട്ടുള്ളത്. എനിക്കുള്ള മിക്ക പണ്ടത്തെ ഫോട്ടോസിൽ അവരവിടെ കൂടുതൽ ഞങ്ങളുടെ ഫോട്ടോസൊക്കെ ഉള്ളത്. ഞങ്ങളൊന്നും ഫോട്ടോ എടുക്കാനുള്ളതൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ കൊച്ചിയിലുള്ള കൂടുതൽ ഫോട്ടോസും അവിടെയാണ്. അപ്പുറത്തെ ആന്റി നല്ലാശമാവിൻ്റെ വീട്ടിലാണ് എൻ്റെ കൂടുതൽ ഫോട്ടോസും. ബാബു അമ്മനൊക്കെ വരുമ്പോഴത്തേക്ക് ഫോട്ടോ ഒക്കെ എടുക്കുന്നത് അവരവിടെ അപ്പോഴത്തന്നെ സേതാക്കി വെച്ചേക്കും. അതിപ്പോഴും എടുത്ത് വെച്ചിട്ട് എനിക്ക് എപ്പോഴും ഫോട്ടോസൊക്കെ എടുത്ത് അയച്ചു തരാറുണ്ട്. എൻ്റെ കൊച്ചിലുള്ള ഫോട്ടോസ് എൻ്റെ വീട്ടിൽ കുറവാണ്. എൻ്റെ ചേട്ടൻ്റെ ഇങ്ങനെയില്ല. ഞങ്ങൾ 2 ഫോട്ടോസ് ഞാൻ ഇവിടെ കാണിക്കാൻ കേട്ടോ. അവരെടുത്ത ഫോട്ടോസൊക്കെയാണ്. ആ ഫോട്ടോ ഒക്കെ അവിടെയാണ് കൂടുതലുള്ളത്. കാരണം വർഷത്തിൽ ഒരു 10-15 ദിവസമൊക്കെ വരത്തുള്ളൂ ബാബുമാമൻ, ജയശ്രീച്ചി, പിള്ളേരും. ആന്റി മാമനൊക്കെ അവിടെ തന്നെയാണ്, മീരേച്ചി മജിച്ചൊക്കെ എല്ലാവരും അവിടെ തന്നെ. പക്ഷേ ഇവര് വർഷത്തിലൊക്കെ വല്ലപ്പോഴും വെക്കേഷൻ സമയത്ത് മാത്രമേ വരുള്ളൂ. വിക്കെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും കുഞ്ഞിലെ ഇങ്ങനെ നമ്മൾ കിടക്കുന്ന സമയം തൊട്ട് അവിടെ തന്നെയാണ് അവന് ജനിച്ചത്. അവൻ്റെ എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ആൾ ഞാൻ തന്നെയാണ്. അപ്പോൾ ആരിച്ചിച്ചി എന്നുള്ള ആ ഒരു സ്നേഹം ഇപ്പോഴും അവനുണ്ട് കേട്ടോ. പിന്നെ വിഷ്ണുപ്രിയ അവളെ എനിക്കൊന്നും തീരെ പൊടിയിൽ നമുക്ക് കിട്ടിയിട്ടില്ല. കുറച്ച് വലുതായിട്ടാണ്. ആ ഫോട്ടോ ഞാൻ കൊടുക്കാം ഇവിടെ. അതൊക്കെ അവിടെയുള്ള ഫോട്ടോസൊക്കെ ഉള്ള പലതുണ്ട്, ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ആ ഫാമിലി തൃശ്ശൂരും പാലക്കാടാണ് ഇവിടെ എല്ലാ ഫാമിലികളും. എല്ലാവർക്കും എൻ്റെ അടുത്ത് ഭയങ്കര കാര്യമാണ്. എല്ലാ വർഷം തോറും വരുമ്പോൾ ആര്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇച്ചിരിയല്ലേ ഉള്ളൂ. ആ ഇച്ചിരികൾ ഞാൻ എപ്പോഴും ഇവരുടെ അടുത്ത് ഭയങ്കര വലിയ അമ്മച്ചിമാരെ കണക്ക് ഇവരെ എടുത്തോടൊക്കെ ഫുഡ് കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ കുളിപ്പിക്കാനൊക്കെ ഞാൻ അവൻ്റെ അടുത്ത് ഭയങ്കര പറഞ്ഞു, ചേച്ചി അരിയിച്ച് കുളിപ്പിച്ചാൽ അരിയിച്ച് ഫുഡ് തന്നാൽ, അങ്ങനെ ഒരു ക്യാരക്ടറാണ് അവർ പണ്ടേ. ഇപ്പോഴും ആ ഒരു കുട്ടിത്തൊന്നും അവരിപ്പോഴും മാറിയിട്ട് നമ്മുടെ നീ ഡോക്ടറായില്ല, ഇല്ലെങ്കിൽ ഇതൊക്കെ മാറ്റി പിടിച്ചിട്ട് സ്വഭാവം എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും നമ്മൾ കളിയാക്കും. ആ ഒരു കുട്ടിത്തവൻ ഇപ്പോഴും ഉണ്ട്. അപ്പം ഞാൻ പണ്ടത്തെ കാര്യങ്ങൾ ഇപ്പം പറഞ്ഞ് ഓർമ്മ ചെയ്യാൻ പറഞ്ഞിട്ട് കല്യാണത്തിന് നോക്കും ഞാൻ എല്ലാം ഇങ്ങനെ ഫോട്ടോസൊക്കെ ഇങ്ങനെ വീഡിയോയിൽ കൂടെ ഇടുന്നൊക്കെ പറഞ്ഞ് എപ്പോഴും കളിയാക്കും. വിഷ്ണുപ്രിയക്കാലം കൂടുതൽ നമുക്ക് അറ്റാച്ച്മെന്റ് വിക്കൂര് തന്നെ. എന്നാലും അവള് ഒട്ടും മോശമല്ല കേട്ടോ. അവള് ഞങ്ങളിങ്ങനെ കൂടുതൽ എടുത്തിട്ട് നടക്കാനുള്ള സാഹചര്യം കിട്ടിയില്ലെങ്കിൽ അവള് ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര സ്നേഹവും കാര്യമാണ്. അവളുടെ വീഡിയോ ഞാൻ ഇടയ്ക്ക് എടുത്തിട്ടുണ്ട്. എപ്പം വിളിക്കും മെസ്സേജ് ഒക്കെ ചെയ്യിക്കും രണ്ടുപേരും കേട്ടോ. എപ്പോഴും എനിക്കപ്പോൾ അവരെ പറ്റി പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഒരു പറഞ്ഞറിയിക്കാൻ പറ്റുന്ന 2 പിള്ളേരാണത്. അവരുടെ സ്വഭാവം വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞറിയിച്ചിട്ട് നമുക്ക് എത്രയെന്ന് വെച്ചാൽ പറഞ്ഞറിയാൻ പറ്റത്തില്ല. ആ രീതിയിൽ 2 സ്വഭാവമുള്ള കുട്ടികളാണ് രണ്ടുപേരും കേട്ടോ.
ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഇങ്ങനെ ഒരു യാത്ര. വിക്കുവിന്റെ കല്യാണം എന്നുള്ള പറഞ്ഞു. പക്ഷെ പെട്ടെന്ന് ഇവളുടെ കല്യാണം ഇവളെ എപ്പോഴും ഓർമ്മിക്കുന്നില്ല, ഇവളെ കല്യാണം എന്നുള്ളത് ഓർമ്മിക്കുന്നില്ല. ഇവളെ കല്യാണം ഫസ്റ്റ് പറഞ്ഞേക്കുന്നത് ഞങ്ങൾ പാലക്കാട് എല്ലാവരും പോവുകയാണ്, നാളെ രാവിലെ പോവും. അപ്പൊ എല്ലാവരെയും കുറെ നാൾക്ക് ശേഷം കാണാനും പറ്റും. ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ ഞങ്ങള്. ഇന്ന് അവിടെ ചെത്തണമെന്നാണ് പറഞ്ഞത്, പക്ഷെ ഇന്നാണ് ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പൊ ഇന്ന് 3 ദിവസം പറ്റത്തില്ല നമുക്ക് ഒരുമിച്ചേ, 3 ദിവസം മാറിയിരിക്കുന്നതിന് പാടാ, ജോലിയുണ്ട് ഈഷാറിന്. അപ്പം എല്ലാ ഫാമിലികളും എല്ലാവരും വീഡിയോസൊക്കെ കാണാറുണ്ട് എൻ്റെ. എല്ലാവർക്കും ആര്യ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അന്ന് കൊച്ചിലെയും ഞാൻ ഇങ്ങനെയൊക്കെ എടുത്തു നടക്കുകയും വലിയ അമ്മച്ചി ചടങ്ങുകൊണ്ട് എല്ലാവർക്കും ഒരു ഇതാണ് കേട്ടോ. ഇടയ്ക്ക് വെച്ച് അതിലുള്ള ചേട്ടന്മാരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ആര്യ ഇപ്പോൾ ബസ് ഓടിക്കുന്നതൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് അത്ഭുതമാണ്. ഇന്നലത്തെ നമ്മൾ അവിടെ കിടന്ന് ഇങ്ങനെ തത്തയ്ക്ക സംസാരിച്ചോടുന്ന ആര്യാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്കൊക്കെ ആയിട്ട് സംസാരിക്കുകയും ചെയ്തവരെല്ലാവരും. ഇപ്പം എല്ലാവരും കാണാനുള്ള സാഹചര്യം കൂടിയാണ് ഇപ്പം. അപ്പം എന്താ, ഇതുവരെ ഞങ്ങൾ പാലക്കാട് അങ്ങോട്ട് പോയിട്ടില്ല, ഇപ്പൊ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അവരിങ്ങോട്ട് വന്ന് ഉള്ള ഇതേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ താമസമായ ശേഷം രണ്ടുപേരും വന്നിട്ടുണ്ട് ഇവിടെ. അതാണ് അവര് നമ്മളുമായിട്ടുള്ള കാത്തു സൂക്ഷിക്കുന്ന ഒരു ബന്ധമുണ്ടല്ലോ, അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇങ്ങനെ തന്നെ ഒരു വിള്ളൽ പോലും വരാതെ തന്നെ മുന്നോട്ട് പോട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നാളെ രാവിലെ ഞങ്ങൾ പോവുകയാണ് അങ്ങോട്ട്. അവരൊക്കെ ഞാൻ ഫോട്ടോ ഞാൻ മേളിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. എന്നാലും ഇന്നലത്തെ പിള്ളേരാ നമുക്ക്, ഇവര് വലുതായി എന്നുള്ളതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അതാണ് സത്യം. രണ്ടുപേരും, ഒരാൾ ഡോക്ടറായി ഒരാൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. എന്നാലും നമുക്ക് അവർ ഇന്നലത്തെ പിള്ളേരാണ്. അപ്പൊ അവരുടെ ഒരു ഫാമിലി എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ഫാമിലിയാണ്. അപ്പുറത്തെ ആന്റിയുടെ ആയാലും മിരിച്ചി മഞ്ചിച്ചി ഇവരൊക്കെ വരും, അവരും തന്നെ ഭയങ്കര കാര്യമാണ്. ഇപ്പോഴും നിങ്ങളെ കണ്ട ഭയങ്കര കാര്യമാണ്, സംസാരിക്കുന്നതായാലും കോണ്ടാക്ട് ചെയ്യാറുണ്ട്. നമ്മൾ അവിടെ തന്നെ ഉള്ളതല്ലേ, അവരെല്ലാം രണ്ടുപേരും കല്യാണം കഴിച്ച് വിട്ടേ, എന്നാലും എപ്പോഴും കാണുമ്പോൾ ഭയങ്കര കാര്യമാണ് ഞങ്ങളുടെ അടുത്തൊക്കെ. അപ്പൊ ആ ഒരു കുടുംബത്തിൽ ജനിച്ച് വളർന്നുകൊണ്ടാണെന്ന് തോന്നുന്നു പിള്ളേർ ഭയങ്കര കാര്യമാണ് കേട്ടോ. അപ്പോഴും ജയശ്രീജി ബാബുവിനൊക്കെ ഇപ്പൊ ഇടയ്ക്ക് വന്നപ്പോൾ എന്നെ ഓഫീസിൽ വന്ന് കണ്ടിട്ടൊക്കെ പോയത്, കല്യാണക്കാരിയൊക്കെ പറഞ്ഞിട്ട് പോയി. അപ്പൊ നേരത്തെ എത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പോയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരെയും കാണാനൊക്കെ പറ്റും. കുറേ നാളെ ശേഷം കാണാം, മിസ് ചെയ്ത ആൾക്കാരെല്ലാവരും കാണാം അവിടെ വെച്ചിട്ട്. അവർക്കാർക്കും എൻ്റെ കാര്യം വിശ്വസിക്കാൻ പറ്റില്ല, കല്യാണം കഴിഞ്ഞ് കൊച്ചായി അതൊക്കെ പറയുമ്പോൾ എപ്പോഴും വരുമ്പോഴുള്ള എല്ലാവരും പറയും കേട്ടോ. പാലക്കാടും തൃശ്ശൂരുടെ ആൾക്കാരെന്ന് വെച്ചാൽ ഭയങ്കര സ്നേഹമാണ് എല്ലാവരും ഒന്നും വിച്ചായ സ്നേഹമുള്ള ആൾക്കാരാണ്, അവരൊന്നും എടുത്തു പറയാൻ പോലും പറ്റത്തില്ല. അപ്പൊ ഈ രണ്ടുപേരുടെയും കേസ് നമുക്ക് ഒട്ടും ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഇവർ രണ്ടുപേരും എന്താ ഇങ്ങനെ, ഇപ്പോഴും ഒരു മാറ്റം ഇല്ലല്ലോ എന്നൊക്കെ എപ്പോഴും ഞങ്ങളോട് പറയും. അപ്പൊ നല്ല രണ്ട് കുട്ടികളാണ്. അതില് അവരെ ബാക്കി വിശേഷങ്ങളൊക്കെ ഞങ്ങൾ വഴിയെ വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നാളെ അവരായിട്ട് വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നാളെ മുതലുള്ള വിശേഷങ്ങളെല്ലാം വരുന്നതായിരിക്കും.